നമസ്കാരം, എല്ലാവർക്കും രശ്മിസരി റെസിപ്പീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം. ഈ ഒരു ചൂടിനും അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്യാരറ്റ് ജ്യൂസിന്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ വേണമെങ്കിൽ കഴിക്കാം, അതല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഈ ഒരു ജ്യൂസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു 250 ഗ്രാം ക്യാരറ്റ് ഉണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടൊന്ന് വേവിച്ചെടുക്കണം. തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് വേവിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അത്രയും മതിയാകും. ഇനി അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നവരെ ക്യാരറ്റിന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിലും വന്നിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ക്യാരറ്റൊക്കെ കണ്ടില്ല, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വെന്താൽ മതിയാകും. നമുക്ക് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. ഇതിപ്പോൾ നല്ല ചൂടാണ്, നമുക്ക് അരയ്ക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ക്യാരറ്റ് വേവിച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കളയുന്നില്ല, അത് നമുക്ക് ഈ ജ്യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, നല്ലതാണല്ലോ, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട്. ഇനി വേണ്ടത് പാലാണ്. ഇതൊരു 1/2 ലിറ്റർ പാല് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് ഫ്രീസറിൽ വെച്ചിട്ട്. ഫ്രീസറിൽ വെക്കുന്നതിന് മുൻപായിട്ട് പാല് നന്നായിട്ട് തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഫ്രീസറിലേക്ക് വെക്കുക. എന്നിട്ട് ഇതേപോലെ കട്ട പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുക്കാം. ഇതിപ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് മെൽട്ടായിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ കട്ട പിടിച്ച് വരിക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്ക് ഉപയോഗിക്കാം. ഇതിന്ന് കുറച്ച് പാല് മാത്രം ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളത്. ബാക്കിയുള്ള പാല് നമുക്ക് ക്യാരറ്റ് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. ആദ്യം തന്നെ മുഴുവനും പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് ചിലപ്പോൾ അരഞ്ഞു കിട്ടാതെ വരും, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം കുറച്ച് പാല് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ക്യാരറ്റ് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ക്യാരറ്റ് വേവിച്ച വെള്ളം ഇതിനകത്ത് തന്നെയുണ്ട്. അതും പാലും പഞ്ചസാരയും ക്യാരറ്റും കൂടെയാണ് ആദ്യം ഒന്ന് അരച്ചെടുക്കുന്നത്. ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ജ്യൂസിന് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വാനില ഐസ്ക്രീമാണ്. ഐസ്ക്രീമും പാലും കൂടെ ചേർത്തിട്ട് 2-3 സെക്കൻഡും കൂടി ഒന്ന് അടിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല തിക്കായിട്ടാണ് ഉള്ളത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ജ്യൂസ് കുടിച്ചു നോക്കുകയാണെങ്കിൽ പിന്നെ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കാൻ തോന്നില്ല, വെള്ളം ചേർക്കാനൊന്നും തോന്നില്ല. പക്ഷേ നല്ല ചൂടിനും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുറച്ചും കൂടെ നേർപ്പിച്ചിട്ടുള്ള ജ്യൂസ് ആയിരിക്കുമല്ലോ നല്ലത്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് നല്ല തണുത്ത വെള്ളം ചേർക്കുന്നുണ്ട്, ഐസ് വാട്ടറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിയാ സീഡും കൂടെ ചേർത്ത് കൊടുക്കാം. ചിയാ സീഡ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ജ്യൂസിന് നല്ല തണുപ്പും ഉണ്ടാവും. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് നല്ലൊരു തണുപ്പുണ്ടാവുക. ചിയാ സീഡ് ഒരു കൂളിംഗ് ഏജൻ്റാണെന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ. ചിയാ സീഡ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇട്ട് വെക്കണേ. ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ടീസ്പൂണൊക്കെ ചിയാ സീഡ് ഇട്ട് വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് വെക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി വരുമ്പോഴേക്കും നന്നായിട്ട് തന്നെ സോക്കായി വന്നിട്ടുണ്ടാകും. ഇതാണ് ഈ ഒരു ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം തന്നെ നമുക്കിവിടെ ജ്യൂസ് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കുന്ന സമയത്ത് വിശപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് വീതം മാതള നാരങ്ങയും അതുപോലെ തന്നെ ആപ്പിൾ ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ബദാമും കശുവണ്ടിയും ചെറുതാക്കിയിട്ട് നുറുക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് 2 കപ്പ് തണുത്ത വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ജ്യൂസിന് ചെറിയൊരു തണുപ്പുണ്ട്. എന്നാലും നമ്മളിപ്പോൾ തന്നെ ജ്യൂസ് കഴിക്കാൻ പോവുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി ഒരു ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ജ്യൂസ് കുറച്ചും കൂടി ഒന്ന് തണുത്ത് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഐസ് ക്യൂബൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് തണുപ്പുണ്ട്. അതുപോലെ തന്നെ മധുരമൊക്കെ പാകമാണെന്ന് നോക്കണേ. നമ്മൾ ചേർത്തിരിക്കുന്ന പഞ്ചസാര പാകത്തിനുള്ളതാണ്. നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കുന്നതിനനുസരിച്ച് പഞ്ചസാരേൻ്റെ അളവും കൂട്ടി കൊടുക്കണേ. അതുപോലെ ഈ ഒരു ജ്യൂസ് ഇതേപോലെ തന്നെ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. ഒരു 1 മണിക്കൂറൊക്കെ വെച്ചിട്ട് പിന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം ഫ്രൂട്ട്സിലേക്കൊക്കെ നന്നായിട്ട് മധുരം പിടിച്ച് ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് തണുത്ത് വരുമല്ലോ. അപ്പോൾ ജ്യൂസ് കുടിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു ജ്യൂസ് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ്. പകൽ സമയമുള്ളപ്പോൾ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം.
ഈ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ദാഹം മാറുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വിശപ്പൊക്കെ പെട്ടെന്ന് മാറുന്നുണ്ട്. നല്ലൊരു കൂളിംഗ് നമുക്ക് ബോഡിക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു ജ്യൂസിൽ ഞാനിവിടെ പോമഗ്രാനൈറ്റും ആപ്പിളാണ് ചേർത്തിരിക്കുന്നത്. ഇത് തന്നെ ചേർക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഏത് ഫ്രൂട്ടാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. പഴം ഉണ്ടെങ്കിൽ പഴം ഒന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് പഴം ചേർത്ത് കൊടുത്താലും മതി. അപ്പൊ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇല്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നോളൂ. അപ്പൊ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.